ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ആൻഡ് നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, ഇവാപ്പറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ ഇവാപ്പറേഷൻ നടക്കുന്നത് സോയിലാണ്, ട്രാൻസ്പിറേഷൻ നടക്കുന്നത് പ്ലാന്റിലാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് വാട്ടർ ലോസ് ഉണ്ടാകുന്ന ഒരു ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ സിസ്റ്റത്തിൽ നിന്നും എത്രത്തോളം വെള്ളം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ മെഷർ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അതിന് നമുക്ക് കുറച്ച് എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ലൈസിമീറ്റർ. ലൈസിമീറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് പെർമിറ്റ്സ് ദി സ്പെസിഫിക് മെഷർമെൻറ്റ് ഓഫ് evapotranspiration, rainfall and the water uptake by plants. ലൈസിമീറ്റർ എന്ന് പറയുന്ന എക്വിപ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവാപ്പോട്രാൻസ്പിറേഷൻ മെഷർ ചെയ്യാം, റെയിൻഫോൾ മെഷർ ചെയ്യാം, ആൻഡ് പ്ലാന്റ്സ് എത്രത്തോളം വെള്ളം അപ്ടേക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഈ ലൈസിമീറ്റർ എന്ന് പറയുന്നത് ടാങ്കാണ്, അതായത് സോയിൽ ടാങ്ക്സ് ആണ്. ഇതാണ് അത് ദേ ആർ ഡീപ്ലി ബറീഡ് ഇൻ ദി ഗ്രൗണ്ട്. ടാങ്ക് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. സോയിൽ ടാങ്കാണ്, നല്ല ഡീപ്പായിട്ടുള്ള ടാങ്ക്സ് ആയിരിക്കും. അത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അതിലൂടെ എത്രത്തോളം വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് പോകുന്നു, അങ്ങനെ വെച്ച് പെർക്കുലേഷൻ എന്ന് വെച്ചാൽ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി താഴേക്ക് എത്രത്തോളം ഡെപ്തിലേക്ക് ഡീപ്പായി പോകുന്നു എന്നുള്ള ആ പ്രോസസ്സാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ വാട്ടർ മൂവ്മെൻറ്റ് ത്രൂ ദ സോയിലാണ് പെർക്കുലേഷൻ. അപ്പം ആ പെർക്കുലേഷൻ, സോയിലിലൂടെയുള്ള വാട്ടറിൻ്റെ പെർക്കുലേഷൻ നമുക്ക് ഇത് വച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ദേ ആർ ദ മോസ്റ്റ് ഡിപ്പെൻഡൻറ്റ് മീൻസ് ഓഫ് മെഷറിങ് ഇറ്റ്. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ലൈസിമീറ്ററാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ലൈസിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്? 4 കാര്യങ്ങൾ നമ്മൾ ലൈസിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഷുഡ് ബി ലാർജ് ഇൻ സൈസ് ആൻഡ് ഡീപ്പ് ഇനഫ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലാർജ് ഇൻ സൈസ്, അതായത് ചെറിയൊരു കുഞ്ഞ് ടാങ്ക് കൊണ്ടുപോയി കുഴിച്ചിടാനൊന്നും പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ലാർജ്, ഒരു ലാർജ് ഏരിയ ഉണ്ടാവണം. ആ ഏരിയയുടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ആ ഏരിയയ്ക്ക് അനുയോജ്യമായ വലുപ്പമുള്ള ഒരു ലൈസിമീറ്റർ വേണം നമ്മളവിടെ കുഴിച്ചിടാനായിട്ട്. അങ്ങനെ നമ്മൾ കുഴിച്ചിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദി ബൗണ്ടറി ഇഫക്റ്റ്. ബൗണ്ടറി ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വയലെടുത്തു. ആ വയലെടുത്ത് കഴിയുമ്പം നമ്മൾ നോക്കിയാൽ അറിയാം, ആ വയലിൻ്റെ വരമ്പിനോട് അടുത്ത് നിൽക്കുന്ന പ്ലാന്റ്സ് നന്നായിട്ട് നിൽക്കുന്നതായിട്ടും, അതായത് നടുക്കോട്ട് ആ വയലിൻ്റെ നടുഭാഗത്തേക്ക് പോകുമ്പം ഉള്ള പ്ലാന്റ്സിൻ്റെ വളർച്ചയും ആ വരമ്പിനോട് അടുത്ത് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ വളർച്ചയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തെയാണ് നമ്മൾ ബൗണ്ടറി ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ബൗണ്ടറിയിലുള്ള പ്ലാന്റ്സ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കാണിക്കും, നടുക്കുള്ള പ്ലാന്റ്സിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫീൽഡ് ഒബ്സർവേഷൻസ് എടുക്കുമ്പം ഈ ബൗണ്ടറിയിലുള്ള പ്ലാന്റ്സിനെ എപ്പോഴും മാറ്റി നിർത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഈ ബൗണ്ടറിയിലുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഷോയിങ് പല ഇഫക്ട്സ് ഉണ്ട്. അതായത് നമ്മൾ വരമ്പിൽ നിന്നും അതായത് തൊട്ടപ്പുറത്തുള്ള വയലിൽ നിന്നുമുള്ള ന്യൂട്രിയൻസ് ഈ പ്ലാന്റ്സിന് കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ലാൻഡിൻ്റെ വ്യത്യാസം, വളക്കൂറിൻ്റെ വ്യത്യാസം, അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബൗണ്ടറിയിലുള്ള പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിൻ്റെ, അതായത് ആ പർട്ടിക്കുലർ ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിട്ട് ഈ ബൗണ്ടറി നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫീൽഡ് ഒബ്സർവേഷൻസ് എടുക്കുമ്പം ബൗണ്ടറിയിലുള്ള പ്ലാന്റ്സ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റോ പ്ലാന്റ്സ്, ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു റോ പ്ലാന്റ്സിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തുള്ള പ്ലാന്റ്സിനെ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പം ഈ ബൗണ്ടറി ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ വെള്ളത്തിൻ്റെ കേസസിലും ഈ ബൗണ്ടറി ഇഫക്റ്റ് ഉണ്ടാകും. കാരണം തൊട്ടപ്പുറത്തു നിന്നുള്ള വയലിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം ഇപ്പുറത്തേക്ക് ഇങ്ങനെ ലീച്ച് ഔട്ട് ചെയ്ത് വരും. വെള്ളമല്ലേ അത്, ഇപ്പുറത്തോട്ട് ഇങ്ങനെ അതിൻ്റെ സ്ലോപ്പ് അനുസരിച്ച് അത് ഒഴുകി വരും. അപ്പോൾ ഈ ബൗണ്ടറിയിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് അപ്പുറത്തുനിന്ന് വെള്ളം കിട്ടും, ഇപ്പുറത്തുനിന്ന് വെള്ളം കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ടാങ്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ ബൗണ്ടറി ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി വെരി ലാർജ് ആൻഡ് ഡീപ്പ് ഇനഫ് ആൻഡ് അവോയ്ഡ് ദി
എന്താ കുറച്ചുകൂടി ഫീൽഡിൻ്റെ നടുഭാഗത്തേക്ക് വേണം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അറ്റത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യരുത്, നടുഭാഗത്ത് കൊണ്ടുപോയി വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് ഷുഡ് അവോയ്ഡ് ദ റെസ്ട്രിക്റ്റഡ് റൂട്ട് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ ഈ ലൈസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് കൊണ്ടേ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു അല്ലേ. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റ്സും വളർത്തും. അപ്പം ആ പ്ലാന്റ് ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇത് കുഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അതൊരിക്കലും ഫീൽഡിൻ്റെ അറ്റം ഭാഗത്താവരുത്. അപ്പോൾ അവിടെ ബൗണ്ടറി എഫക്റ്റ് ഉണ്ടാവും. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡീപ്പായിട്ടുള്ള ഒരു ലൈസിമീറ്റർ വേണം നമ്മൾ നമ്മുടെ ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ദ ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ ലൈസിമീറ്റർ ആൻഡ് ഔട്ട്സൈഡ് ദ ലൈസിമീറ്റർ ഷുഡ് ബി ദ സെയിം. അല്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ ലൈസിമീറ്റർ വെച്ചു എന്നിട്ട് വേറെ ഒരു സ്ഥലത്തെ കൊണ്ടുപോയി മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഫീൽഡിലെ മണ്ണ് ഏതാണോ ആ മണ്ണ്, അതായത് നമ്മൾ കുഴിച്ചെടുക്കുന്ന മണ്ണ് വേണം അതിനുള്ളിലേക്ക് ഇടാനായിട്ട്, തിരിച്ചിടാനായിട്ട്. ഇത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. മറ്റൊരു സ്ഥലത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് നമ്മൾ പ്ലാന്റ്സൊക്കെ നട്ട് വളർത്തിയാൽ കൊള്ളാം. നമ്മുടെ ലൈസിമീറ്ററിന് ഉള്ളിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് നല്ല വളർച്ചയുണ്ട്, തൊട്ട് നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന പ്ലാന്റ്സിനൊന്നും വളർച്ചയില്ല. കാരണം എന്താ, ആ മണ്ണ് വേറെയാണ്. അപ്പോൾ അതിൻ്റെ പെർക്കുലേഷന്, വാട്ടർ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പം നമുക്കൊരിക്കലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ഫീൽഡ് ചെയ്യുന്നുണ്ടോ അത് എല്ലാം യൂണിഫോമായിട്ട് ലൈസിമീറ്ററിൻ്റെ ഉള്ളിലും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ദ സെയിം സ്റ്റേജ് ഓഫ് ദ ക്രോപ്പ് ആസ് ഇൻ ഫീൽഡ് ആൻഡ് ഷുഡ് ബി വെൽ ഇൻസൈഡ് ദി ക്രോപ്ഡ് ഏരിയ. ലൈസിമീറ്റർ എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ലൈസിമീറ്ററിൻ്റെ ഉള്ളിലത്തെ ക്രോപ്പും പുറത്തെ ക്രോപ്പും ഒരുപോലെ ആയിരിക്കണം. ആ ക്രോപ്ഡ് ഏരിയയുടെ നടുക്കായിട്ട് വേണം, പെരിഫറിയിൽ അറ്റത്തൊന്നും കൊണ്ടിടരുത്, നടുഭാഗത്തായിട്ട് വേണം ലൈസിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ലൈസിമീറ്ററിൻ്റെ പിന്നെ നമ്മൾ ക്രോപ്പ് സോ ചെയ്യുമ്പം ലൈസിമീറ്ററിൻ്റെ ഉള്ളിലും പുറത്തും ഒരേപോലെ സോ ചെയ്യണം. എങ്കിൽ മാത്രമേ, അതായത് ലൈസിമീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ക്രോപ്പ് എല്ലാം ഒരു സ്റ്റേജിൽ, അതായത് അത് കൊയ്യാറായി നിൽക്കുകയും അല്ല, അത് നമ്മൾ നട്ട് ഒന്ന് മുളച്ച് പൊങ്ങി നിൽക്കുന്നു, വെജിറ്റേറ്റീവ് സ്റ്റേജിൽ നിൽക്കുന്നു. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള ഫീൽഡ് ഏരിയയിലുള്ളതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ പരുവത്തിലായി. ഇതെല്ലാം കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ഈ പുറത്ത് നിൽക്കുന്ന ക്രോപ്പ് സ്റ്റേജും അകത്തുള്ള ക്രോപ്പ് സ്റ്റേജും ഒരുപോലെ ആണെങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കിട്ടത്തുള്ളൂ. ദെൻ ഫോർത്ത് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ലൈസിമീറ്ററിന് ചുറ്റും ഒരു ഗാർഡ് റിംഗ് ഉണ്ടാവണം. around it maintained under the same crop and the moisture conditions in order to minimize the cloth line effect. Cloth line effect എന്ന് വെച്ചാൽ ടോൾ പ്ലാന്റ്സും ഷോർട്ട് പ്ലാന്റ്സും, അതായത് ടോൾ പ്ലാന്റ്സിനെ കവർ ചെയ്തുകൊണ്ട് ഷോർട്ട് പ്ലാന്റ്സ് അതിൻ്റെ അടുത്ത് നിൽക്കും. ഷോർട്ട് പ്ലാന്റ്സിനെ കവർ ചെയ്തുകൊണ്ട് ടോൾ പ്ലാന്റ്സ് അതിൻ്റെ അടുത്ത് നിൽക്കും. അപ്പം നമ്മുടെ ലൈസിമീറ്ററിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റ്സിനെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്ലാന്റ്സിൽ നിന്നുമുള്ള ഇഫക്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഗാർഡ് റിങ് സ്ഥാപിക്കുന്നത്. ഓക്കെ, ടു അവോയ്ഡ് ദി ക്ലോത്ത് ലൈൻ ഇഫക്റ്റ്. ഇതാണ് ലൈസിമീറ്ററിൻ്റെ പിക്ചർ. പല ടൈപ്പ് ലൈസിമീറ്റർ ഉണ്ട്. മെയിൻലി നമുക്ക് 2 ടൈപ്പ് ലൈസിമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് നോൺ വെയിങ് ടൈപ്പ് ലൈസിമീറ്റർ ആൻഡ് വെയിങ് ടൈപ്പ് ലൈസിമീറ്റർ. ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് ലൈസിമീറ്റേഴ്സ്. ഈ നോൺ വെയിങ് ടൈപ്പ് ലൈസിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ലൈസിമീറ്ററിനെ പോലെ തന്നെ ഇരിക്കും. അതായത് ഒരു ഡീപ്പ് ടാങ്ക് ഉണ്ടാവും, ഒരു സോയിൽ ടാങ്ക് ഉണ്ടാവും, അതിനകത്ത് സോയിൽ ഉണ്ടാവും. സോയിലിൻ്റെ മുകളിൽ നമ്മൾ വളർത്തും. സോയിൽ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മെഷർ ചെയ്യാനുള്ള ഡിവൈസസ് ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്രത്തോളം വെള്ളം പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ റെയിൻഫോൾ എത്രയാണ്. ഇതെല്ലാം നമുക്ക് ഈ ലൈസിമീറ്റർ വെച്ചിട്ട് മനസ്സിലാകാനായിട്ട് പറ്റും. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡ്രെയിനേജ് ലൈസിമീറ്റർ. നോൺ വെയിങ് ലൈസിമീറ്ററിൻ്റെ ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ഡ്രെയിനേജ് ലൈസിമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ET, അതായത് evapotranspiration is equal to total rainfall plus irrigation water minus leaching. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ
മണ്ണിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത്, അതായത് നമ്മുടെ പ്ലാന്റിന് നമ്മൾ വെള്ളം കൊടുത്തു, മണ്ണിൽ ഒഴിച്ചു, അപ്പം ആ വെള്ളം റൂട്ട് സോണിലാണെങ്കിൽ മാത്രമേ റൂട്ടിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ആ റൂട്ട് സോണും കഴിഞ്ഞ് പിന്നെയും താഴോട്ട് ഡെപ്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ലീച്ച്ഡ് വാട്ടർ, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലീച്ചിങ്. ഓക്കെ, അതായത് നമ്മൾ മണ്ണിലൊഴിക്കുന്ന വെള്ളം റൂട്ട് സോണിൽ നിന്നും വീണ്ടും താഴേക്കാണ്, പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഏരിയയിൽ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലീച്ചിങ് ലോസ്. അല്ലെങ്കിൽ അതായത് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന വെള്ളം പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പോകുന്ന വെള്ളത്തിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റെയിൻഫോളും ഇറിഗേഷൻ വാട്ടറും നമ്മൾ അല്ലെങ്കിൽ മണ്ണിൽ വെള്ളം കിട്ടുന്ന രണ്ട് പ്രോസസ്സാണ്. മഴ വഴിയും കിട്ടും, പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം വഴിയും കിട്ടും. അതിനകത്തുനിന്ന് എത്രത്തോളം വാട്ടർ ലീച്ച്ഡ് ഔട്ടായി പോയി എന്നുള്ളത് മൈനസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് അത്രയും ഇവാപ്പോ ട്രാൻസ്പിരേഷൻ നടന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ ആൻഡ് ഷുഡ് ബി ഇറിഗേറ്റഡ്, ആൻഡ് ദ ഫീൽഡ് ഷുഡ് ബി ഇറിഗേറ്റഡ് 4 or 5 days ഇൻ്റർവൽ. 4 മുതൽ 5 ദിവസം കൂടുമ്പം നമ്മൾ ഫീൽഡ് ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അൺലെസ് ദ റെയിൻഫോൾ ഇൻ്റർവീൻസ്. അതായത് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നോൺ വെയിങ് ടൈം അത് അത്ര ആക്യുറേറ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇറിഗേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. വെയിങ് ടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ ഫോർ ഷോർട്ട് പീരീഡ്. ചെറിയ സമയത്തേക്ക് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ നമുക്ക് മെഷർ ചെയ്യാം. Then diurnal pattern of evaporation, evapotranspiration. Diurnal pattern എന്ന് വെച്ചാൽ ഈ ഇവാപ്പറേഷൻ ട്രാൻസ്പിരേഷനും കൂടുതൽ നടക്കുന്നത് പകൽ സമയത്തായിരിക്കും. അപ്പം പകൽ സമയവും രാത്രി സമയവും, അതാണ് ഡയurnal വേരിയേഷൻ എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ആ പാറ്റേൺ, ആ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പറ്റും. ദെൻ മിഡ് ഡേ വിൽട്ട്, അതായത് നട്ടുച്ച നേരത്ത് ഒരു പ്ലാന്റിനൊരു വാടിയ അവസ്ഥ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ സമയത്തെ വാട്ടർ കണ്ടൻറ്റ്, മണ്ണിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് മെഷേഴ്സ് ദ വാട്ടർ ബാലൻസ്. യു ക്യാൻ മെഷർ ദി വാട്ടർ ബാലൻസ്. അതായത് വാട്ടർ എത്രത്തോളം വെള്ളം നമ്മൾ മണ്ണിൽ കൊടുത്തു, അല്ലെങ്കിൽ വാട്ടർ ആഡഡ്, വാട്ടർ റീറ്റെയിൻഡ്, സോയിൽ എത്രത്തോളം വെള്ളം റീറ്റെയിൻ ചെയ്ത് നിർത്തി, ആൻഡ് ദ വാട്ടർ ലോസ്റ്റ് ത്രൂ ഓൾ ദ സോഴ്സസ്. അതായത് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ വഴി നഷ്ടപ്പെടാം, ഇവാപ്പറേഷൻ, ട്രാൻസ്പിരേഷൻ ആൻഡ് ഡീപ്പ് പെർക്കുലേഷൻ. ഡീപ്പ് പെർക്കുലേഷൻ ഈസ് സംവാട്ട് സിമിലർ ടു ലീച്ചിങ്. ലീച്ചിങ്ങിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡീപ്പ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ആ ഡീപ്പ് പെർക്കുലേഷൻ വഴിയും വെള്ളം മണ്ണിൽ നിന്നും നഷ്ടപ്പെട്ട് പോകും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ വാട്ടർ ബാലൻസ് മനസ്സിലാക്കാനും നമുക്ക് ഈ വെയിങ് ടൈപ്പ് ലൈസിമീറ്റർ വെച്ചിട്ട് സാധിക്കും. Okay, water added to the soil, water retained in the soil, and water lost through all the sources. Example, evaporation, transpiration and the deep percolation. ഈ മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ആ സോയിൽ പർട്ടിക്കുലറായിട്ട് വാട്ടർ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇഫക്റ്റീവ് റെയിൻഫോൾ എത്രയുണ്ടെന്ന്, അതായത് ഒരു സ്ഥലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ എത്രത്തോളം പെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും ഈ ലൈസിമീറ്റർ വെച്ചിട്ട് നമുക്ക് സാധിക്കും. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഡയറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ദി ഇവാപ്പോ ട്രാൻസ്പിരേഷൻ. ഓക്കെ, അപ്പം ഇതാണ് ലൈസിമീറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ലൈസിമീറ്റർ ഒരു ഇൻസ്ട്രുമെൻ്റ്, അത് വെച്ചിട്ട് നമുക്ക് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാം, റെയിൻഫോൾ മെഷർ ചെയ്യാം, പിന്നെ വാട്ടർ അപ്ടേക്ക്, പ്ലാന്റ്സ് എത്രത്തോളം വെള്ളം അബ്സോർബ് ചെയ്തു എന്നുള്ള കണ്ടീഷൻസ് എല്ലാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈസിമീറ്റർ വെച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി പർട്ടിക്കുലറായിട്ട് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇവാപ്പോറിമീറ്റേഴ്സ്. It is used to estimate the potential evapotranspiration of various crops. Okay, ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ആദ്യത്തേതാണ് US വെതർ ബ്യൂറോ ക്ലാസ് A PAN. നിങ്ങൾക്ക് അഗ്രികൾച്ചർ മെറ്റീരിയോളജിയിൽ നമ്മളൊരു മെറ്റീരിയോളജി ഒരു ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം അതിനകത്ത് വെക്കുന്നത് ഈ ക്ലാസ് A PAN ആണ്. ഓക്കെ, അതിനകത്ത് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് US വെതർ ബ്യൂറോ ക്ലാസ് A PAN ആയിരിക്കും. സോ ദിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദി
യൂസ്ഡ് ഇവാപ്പറേഷൻ പാൻ. ഇവാപ്പറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഇവാപ്പോറിമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പിറേഷൻ നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇവാപ്പറേഷൻ റേറ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു കിണർ പോലെ ഒരു ചെറിയ ഒരു വലിയ ബേസിൻ പോലെ ബേസിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കും. അതാണ് ഈ പാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വലിയ ബേസിൻ, നമ്മൾ ഫീൽഡിൽ ഒരു വലിയ ബേസിൻ വെച്ചിരിക്കുന്നു എന്നോ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു, അത്രയും ഓർത്താൽ മതി. അതാണ് ഈ പാൻ എന്ന് ഉദ്ദേശിച്ചത്. ഇത് കാണുന്ന പിക്ചറാണ്. നമ്മൾ ഫീൽഡിൻ്റെ നടുക്ക് ഒരു വലിയ ബേസിനിൽ വെള്ളം നിറച്ച് വലയിൽ വേറെ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി, അതായത് കിളികളും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു വലയിട്ട് സൂക്ഷിച്ച് ആ നടുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതാണ് ഈ പാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ ഇവാപ്പറേഷൻ ഫ്രം ലാർജ് വാട്ടർ സർഫേസ് ഏരിയ ഈസ് ഈക്വൽ ടു റീഡിങ് ഓഫ് ദ പാൻ ഇൻ ടു എ പാൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അതായത് ഓരോ പാനിനും ഓരോ പാൻ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. അത് മാനുഫാക്ചർ ചെയ്യുന്ന അവർ തീരുമാനിക്കുക. അതായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.7 ആണ്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 0.7. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് കിട്ടുന്ന റീഡിങ് ഈ പാൻ കോഎഫിഷ്യൻ്റ് വെച്ച് ഇൻറ്റു ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഇവാപ്പറേഷൻ റേറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പാനിൻ്റെ സിലിണ്ടർ ഒരു സിലിണ്ടർ ഷേപ്പിലാണല്ലോ, ചെറിയൊരു ബേസിലാണ്, സിലിണ്ടർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 120.7 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കണം. ആൻഡ് ദ ഡെപ്ത് ഷുഡ് ബി 25 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, 120.7 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവണം, 25 സെൻറ്റിമീറ്റർ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടാവണം. അതാണ് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഓഫ് ദി ക്ലാസ് എ പാൻ. Then the pan is kept at a leveled wooden base with a chain link fence. Evaporation is measured daily as the depth of water evaporates from the pan. അതായത് നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞ്, അതായത് രാവിലെ ഇപ്പം നല്ല വെളുപ്പിന് വെള്ളം നിറച്ചു, അതായത് രാവിലെ 8 മണിക്കും റീഡിംഗ് എടുക്കും, വൈകുന്നേരം 6 മണിക്കും റീഡിംഗ് എടുക്കും. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും റീഡിംഗ് എടുക്കും. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു എന്നുള്ളത്. ആ വാട്ടറിൻ്റെ ഡെപ്ത് നോക്കിയാൽ മതി. സോ ദ മെഷർമെൻറ്റ് ഈസ് ടേക്കൺ അറ്റ് ദി സൺറൈസ്. ഓരോ ദിവസം സൺറൈസിലായിരിക്കും നമ്മൾ, അതായത് രാവിലെ ഒരു 6 മണിയെന്ന് വിചാരിക്കുക, 6 മണിക്ക് വന്നിട്ടായിരിക്കും നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കുക. അപ്പോൾ ഓരോ ദിവസത്തെയും ഇവാപ്പറേഷൻ്റെ റേറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് US വെതർ ബ്യൂറോ ക്ലാസ് എ പാൻ. ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇവാപ്പറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. So what are the advantages? ഒന്ന്, it is inexpensive and easy to install and maintain. ഓക്കെ, ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ഇങ്ങനെ ഒരു ബേസിൽ ആ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസിൽ ഉണ്ടാക്കി ഫീൽഡിൽ വെക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. അത്ര വലിയ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സാധാ ഒരു ബേസിനാണ്. പ്ലാസ്റ്റിക് ആയിരിക്കില്ല, അത് മിക്കവാറും ഗാൾവനൈസ്ഡ് അയണോ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഈവൻ ദെൻ ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. it should be always clean. നമ്മൾ എപ്പോഴും അതിനെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അതിന് വലയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഷുഡ് ബി ഓൾവേസ് ക്ലീൻ. ആൻഡ് ലീക്കേജ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് റെക്ടിഫൈഡ്. എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. Then what is the disadvantage? The amount of water evaporated is high because of the additional radiant energy intercepted by the sites. കാരണം ഇത് ഈ മെറ്റീരിയലിൻ്റെ ആ മെറ്റീരിയൽ ചൂടാകുന്നത് കൊണ്ടുള്ള ഇവാപ്പറേഷനും ഉണ്ടാവും. അപ്പോൾ അതൊരു എററായിട്ട് വരും. നമുക്കറിയില്ല എത്രത്തോളം ആ മെറ്റൽ, ഇപ്പം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പാത്രം ചൂടാകുന്നത് കൊണ്ട് അതിൻ്റെ ചൂട് തട്ടി വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജാണ് ഈ ഒരു പാനിന് ഉള്ളത്. ഓക്കെ, അതായത് ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ കൊണ്ടുള്ള ഇത് കൂടാതെ ആ പാത്രം ചൂടാകുന്നത് കൊണ്ടുള്ള ഇതോടെ വരും. പക്ഷേ ഈവൻ അത് നെഗ്ലിജിബിൾ ആണെങ്കിലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് ദി സങ്കൺ
കൊളറാഡോ പാൻ. അപ്പം നമുക്ക് 2 ടൈപ്പ് ഇവാപ്പറേമീറ്ററാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് US വെതർ ബ്യൂറോ ക്ലാസ് A പാൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി സങ്കൻ കൊളറാഡോ പാൻ. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് US വെതർ ബ്യൂറോ ക്ലാസ് A പാൻ ആണ്. ഓക്കെ, ഈ സങ്കൻ കൊളറാഡോ പാൻ എന്ന് പറയുന്നത് നമ്മുടെ IARIൽ, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ സങ്കൻ കൊളറാഡോ പാൻ ഡിസൈൻ ചെയ്തത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബൈ ദാസ്തെയിൻ ആൻഡ് ശർമ്മ. ഇങ്ങനെ 2 സയൻറ്റിസ്റ്റാണ് ഇൻ ദ ഇയർ 1968. It is a sunken screen evaporameter to simplify the measuring device of ET. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിലല്ല, ഇത് സ്ക്വയർ ഷേപ്പിലായിരിക്കും. ദിസ് സ്ക്വയർ ഷേപ്പ് വിത്ത് 1 മീറ്റർ സൈഡ് ലെങ്ത്ത്. ഓരോ സൈഡ്സും 1 മീറ്റർ ലെങ്ത്ത് ഉണ്ടാവും. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗാൾവനൈസ്ഡ് അയൺ, അൺപെയിൻറ്റഡ് ഗാൾവനൈസ്ഡ് അയൺ വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബറീഡ് ഇൻ ദ ഗ്രൗണ്ട് കീപ്പിംഗ് 5 സെൻറ്റിമീറ്റർ ഓഫ് ഇറ്റ്സ് റിം എബവ് ദി ഗ്രൗണ്ട്. അതായത് 50 സെൻറ്റിമീറ്ററിൽ 5 സെൻറ്റിമീറ്റർ മാത്രം മണ്ണിൻ്റെ മുകളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പാൻ മണ്ണിൽ എന്ത് ചെയ്യും, കുഴിച്ചിടും. ഓക്കെ, സോ ഇവാപ്പറേഷൻ ഫ്രം എ സങ്കൺ കൊളറാഡോ പാൻ ക്യാൻ ബി കമ്പയർഡ് വിത്ത് എ ക്ലാസ് A പാൻ യൂസിങ് കൺവേർഷൻ കോൺസ്റ്റൻസ്. നമ്മുടെ ക്ലാസ് A പാനിൽ കിട്ടുന്ന ഇവാപ്പറേഷൻ റേറ്റുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റും ബൈ യൂസിങ് കൺവേർഷൻ കോൺസ്റ്റൻസ്. അതിന് ഓരോ കോൺസ്റ്റൻസ് ഉണ്ട്, അതെല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അത് വെച്ച് നമുക്കത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ആനുവൽ പാൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.8 ആണ്. മറ്റേതിനത് 0.7 ആയിരുന്നു. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 0.8 ആണ്. The advantage is that it reduces the boundary effects such as sides. കാരണം മണ്ണിലിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് സൈഡ്സ് ചൂടാവില്ല, വെസൽ ചൂടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ സൈഡ്സിൽ നിന്നുള്ള റേഡിയേഷൻസ്, സൈഡ് ബോൾസിൽ നിന്നുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഹൈ മെറ്റീരിയൽ കോസ്റ്റ്, ഗാൾവനൈസ്ഡ് അയൺ കോസ്റ്റ് വളരെ കൂടുതലാണ്. ദെൻ ലീക്കേജ് ക്യാൻറ്റ് ബി ഡിറ്റക്റ്റഡ്, കാരണം മണ്ണിലിട്ടിരിക്കുന്നത് കൊണ്ട് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഹൈറ്റ് ഓഫ് ദ വെജിറ്റേഷൻ ഷുഡ് ബി അഡ്ജസ്റ്റഡ്, അതായത് പാനിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് അടുത്തുള്ള വെജിറ്റേഷൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി പാൻ ആൻഡ് ദ സോയിൽ, അതായത് വെള്ളവും സൈഡ് വാൾസുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാകത്തില്ലെങ്കിലും ആ പാനും സോയിലുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഹൈ മെറ്റീരിയൽ കോസ്റ്റ്, ലീക്കേജ് cannot be detected, height of the vegetation should be adjusted as to the pan, and there is a appreciable heat exchange between the pan and the soil. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കവർ ചെയ്തൊന്നും വെക്കുന്നില്ല. കവർ ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് അൺവാണ്ടഡ് മെറ്റീരിയൽസ് വന്ന് കളക്ട് ചെയ്ത് കിടക്കും. മറ്റേത് നമ്മൾ അടച്ച് വെക്കുന്നത് കൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിന് നമ്മൾ അടച്ച് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഡേർട്ടും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും വന്ന് അടിയാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ദീസ് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ടു മെഷർ ദി ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളത് കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾ ടെക്സ്റ്റും കൂടി വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.